+1 റീവാലുവേഷൻ കൊടുക്കുന്ന ഡേറ്റ് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അത് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി, ഇതിൻ്റെയൊക്കെ ഫീസ് എത്രയാണ്, എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് ഈ വീഡിയോ അവസാനം വരെ കണ്ടോളൂ. ഇത്തരത്തിൽ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആൻഡ് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ, +1 റീവാലുവേഷൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് എന്നാണ് ലാസ്റ്റ് ഡേറ്റ്? 22/7/2026. അതായത് ജൂലൈ 22-നുള്ളിൽ നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്യണം? നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പളിനാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പളിന് ജൂലൈ 22-നുള്ളിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? റീവാലുവേഷന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫീസ് സഹിതം, നിങ്ങൾക്ക് എത്രയാണോ ഫീസ് ഉള്ളത് ആ ഫീസ് സഹിതം നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പലിനാണ് കൊടുക്കേണ്ടത്. റീവാലുവേഷന് കൊടുക്കേണ്ട വിഷയങ്ങൾക്ക് പരിധിയില്ല കേട്ടോ. നിങ്ങൾക്ക് എത്ര വിഷയങ്ങൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? റീവാലുവേഷന് കൊടുക്കാം. നിങ്ങൾക്ക് 6 വിഷയങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം? റീവാലുവേഷൻ കൊടുക്കാം. ജൂലൈ 22, നിങ്ങൾ ശ്രദ്ധിക്കുക, ജൂലൈ 22 ബുധനാഴ്ചക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പലിന് എന്ത് ചെയ്യണം? കൊടുത്തിരിക്കണം. ശ്രദ്ധിക്കണേ, ജൂലൈ 22 ബുധനാഴ്ചക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രിൻസിപ്പലിന് കൊടുത്തിരിക്കണം. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കട്ടോ. ആൻഡ് ഓരോന്നുള്ള ഫീസ് എത്രയാണ്? റീവാലുവേഷൻ അഥവാ പുനർമൂല്യനിർണ്ണയം ഓരോ സബ്ജക്റ്റിനും 500 രൂപയാണ്. സൂക്ഷ്മ പരിശോധന ഓരോ സബ്ജക്റ്റിനും 100 രൂപയാണ്. ഫോട്ടോ കോപ്പി ഓരോ സബ്ജക്റ്റിനും 300 രൂപയാണ്. എന്താണ് പുനർമൂല്യം എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ ആൻസർ പേപ്പർ എന്ത് ചെയ്യുക? ഒന്നുകൂടി വാല്യൂ ചെയ്യുക, വീണ്ടും ഒന്നുകൂടി എന്ത് ചെയ്യുക? ആൻസർ പേപ്പർ വാല്യൂ ചെയ്യുക. അതാണ് പുനർമൂല്യനിർണ്ണയം. സൂക്ഷ്മ പരിശോധന പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കുകളൊക്കെ ഒന്ന് കൂട്ടി നോക്കുക ചെയ്യുക. അതായത് ഓരോ ആൻസറിനിട്ട മാർക്ക് കറക്റ്റ് ആണോ, ആ മാർക്കുകൾ കൂട്ടിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അതാണ് സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധന. ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ പേപ്പറിന് ഒരു കോപ്പി ആർക്ക് കിട്ടും? നിങ്ങൾക്ക് കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ പൈസ നോക്കി വെക്കുക. പിന്നെ റീവാലുവേഷനിൽ മാർക്ക് മാറിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഈ പണം, പുനർമൂല്യനിർണ്ണയത്തിന്റെ പണം അല്ലെങ്കിൽ റീവാലുവേഷന്റെ പൈസ നിങ്ങൾക്ക് എന്ത് ചെയ്യും? തിരിച്ചു കിട്ടുന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഡേറ്റ് ഓർത്ത് വെക്കുക, ജൂലൈ 22 ബുധനാഴ്ചക്കുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിൻസിപ്പളിന്റെ അടുത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഫോമും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടും? സ്കൂളിൽ നിന്ന് കിട്ടും. സ്കൂളിൽ നിന്ന് ഫോമും കാര്യങ്ങളും കിട്ടിയിട്ട് ജൂലൈ 22 ബുധനാഴ്ചക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സ്കൂളിൽ തന്നെ സബ്മിറ്റ് ചെയ്യുക. ഫീസ് നോക്കി വെക്കുക. സ്കൂളിലെ പ്രിൻസിപ്പളാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ജൂലൈ 22 ബുധനാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്കൂളിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യാന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഫീസ് നോക്കി വെക്കുക. പുനർമൂല്യനിർണ്ണയത്തിന് മാർക്ക് കൂടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പണം തിരിച്ചു കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇത്തരത്തെ അപ്ഡേറ്റ്സ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ.